ഹലോ, അപ്പം നമ്മളിന്ന് ഇഫ്താർ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് ബദാം ഇടുന്നുണ്ട്. ബദാമിൻ്റെ നമ്മൾ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല. അതോടുകൂടി തന്നെ നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് നല്ല പൗഡറായിട്ട് ഇതുപോലെ നല്ല തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം. ഇനി നമ്മളിത് പൊടിച്ചതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുരുവെല്ലാം നീക്കിയിട്ടുള്ള നമ്മുടെ ഈന്തപ്പഴവും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് ഈന്തപ്പഴമൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചതാ ഈ ഒരു പരുവത്തിന് ഒന്ന് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പഞ്ചസാരയോ ഒന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റ് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കോൺഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ടൊന്ന് കിട്ടാനായിട്ടാണ് കോൺഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലെക്സും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്, ഒരു തരിതരിപ്പായിട്ടുള്ള രീതിയിൽ നമുക്കിത് കിട്ടണം. നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഇതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ. നമുക്ക് ഇതൊന്ന് പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഇത് നമുക്കിതിൽ കിട്ടും. കാര്യം നമ്മൾ ഈന്തപ്പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ഈ ഒരു മയത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ടൊന്ന് എക്സ്ട്രാ നമ്മൾ ഇതിലോട്ടൊന്നും ആഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് ആ ഒരു വലിപ്പത്തിൽ ഇതിനിതുപോലെ ഒന്ന് നമ്മൾ ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണേ. അല്ല, അത് ലഡുവിൻ്റെ ഷേപ്പിലാക്കാൻ പറ്റിയില്ല, ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കട്ടറോ അങ്ങനെ എന്തെങ്കിലും മോൾഡോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. കണ്ടല്ലോ, ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാണെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പിസ്ത അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചേർത്തിട്ട് ഇത് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഈ ഒരു 3 ചേരുവകൾ മാത്രം ചേർത്തിട്ട് നിങ്ങൾ ചെയ്താലും മതി. അടിപൊളി രുചിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതിലോട്ട് ഒട്ടും പഞ്ചസാര ഒന്നും ചേർക്കില്ല കേട്ടോ. നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ പഞ്ചസാര ചേർത്ത് അത് ഓവറായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കും. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.